ഡി ധനസ്മുദിലേക്ക് വീണ്ടും. സുമോദ്, ഇനി ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു, അത് നോൺ നെഗോഷ്യബിൾ ഡിമാൻഡായിരുന്നു ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. അപ്പോൾ ഇനി ചർച്ചയിൽ എന്താണ് ഉണ്ടാവുക? ഇതിപ്പോൾ ചർച്ചയിൽ നേരത്തെ പറഞ്ഞ ഈ 3 ആവശ്യങ്ങളിൽ ആദ്യത്തെ ആവശ്യം അംഗീകരിക്കാതിരിക്കുകയായിരുന്നു. മാത്രമല്ല ഈ ആദ്യത്തെ അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല, അവർ ഏതാനും സമയം കൂടി ചോദിച്ചായിരുന്നു. 24 മണിക്കൂർ വേണം എന്നുള്ളൊരു കാര്യമാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് വേണ്ടി അതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് എന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അത് ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി ധൈര്യമായി തന്നെ കേന്ദ്രമന്ത്രിമാർക്ക് അഭിജിത് ദീപ്കെ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ മുന്നിലേക്ക് എത്താം, സൗരവ് ദാസ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ മുന്നിലേക്ക് എത്താം. കാര്യം അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ 3 കാര്യങ്ങൾ, അതായത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, 1 കോടി രൂപ വീതം ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങൾക്ക് നൽകുക, 3ാമത്തെ ആവശ്യമായി FIR പിൻവലിക്കുക തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. അവസാനത്തെ 2 കാര്യങ്ങളും ഇന്നലെ തന്നെ ഏകദേശം അനുകൂല നിലപാട് തന്നെയായിരുന്നു സ്വീകരിച്ചിരുന്നത്. പക്ഷേ 1ാമത്തെ ചർച്ചയിലും 2ാമത്തെ ചർച്ചയിലും ധർമ്മേന്ദ്ര പ്രധാന്റെ ഒരു രാജി ഇക്കാര്യത്തിൽ തങ്ങൾക്ക് ഏകപക്ഷീയമായി തീരുമാനിക്കാൻ കഴിയില്ല, അതിന് ഇന്റേണലായി ചില ചർച്ചകൾ കൂടി വേണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. 1ാമത്തെ ഘട്ടം ചർച്ച നടത്തി കഴിഞ്ഞപ്പോൾ തന്നെ ഈ റിപ്പോർട്ട് JP നഡ്ഡ അമിത്ഷായോട് പങ്കുവച്ചതിന് ശേഷം അമിത്ഷയും ധർമ്മേന്ദ്ര പ്രധാനുമായി നടത്തിയ കൂടിക്കാഴ്ച 2.5 മണിക്കൂർ പിന്നിട്ടിരുന്നു. അന്ന് തന്നെ ഒരുപക്ഷെ ഒരു രാജിയിലേക്ക് പോകേണ്ടി വരും എന്നുള്ള ഒരു സൂചന നൽകിയിരുന്നു. പക്ഷേ ഈ